മാർച്ച് 4-ാം തീയതി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ 2 അംഗങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നു. അന്ന് ഉദ്യോഗസ്ഥരും ഉന്നതതല ഉദ്യോഗസ്ഥരുമായും ചീഫ് സെക്രട്ടറിയുമായും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച നടത്തും. അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയാൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ 2026 മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന, എന്തായാലും മെയ്ക്ക് മുമ്പേ നടക്കണമല്ലോ, നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളുടെയും ക്യാപ്റ്റന്മാരുണ്ട്. ആ 3 പേരെയും 3 ദിവസമായി പരിചയപ്പെടുത്തുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ക്യാപ്റ്റൻ നിലവിലെ ക്യാപ്റ്റൻ തന്നെയായിട്ടുള്ള അപ്പൻ തമ്പുരാൻ പിണറായി വിജയൻ. ഇന്നലെ കൂടിയ പോളിറ്റ് ബ്യൂറോ യോഗം അസന്നിഗ്ധമായി തീരുമാനിച്ചു പിണറായി തന്നെ മൂന്നാം സർക്കാരിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ നയിക്കും. അവിടെ ഒരു തർക്കമില്ല. ഇത് പോളിറ്റ് ബ്യൂറോ കൂടേണ്ട കാര്യമൊന്നുമില്ല, പിണറായി നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് പിന്നെ തീരുമാനിക്കുമെന്ന് എം എ ബേബി പറയുന്നു. ഇതൊക്കെ കേട്ടാൽ നമുക്കൊരു തരം രോമാഞ്ചം ഉണ്ടാവും. കാരണം പിണറായി വിജയൻ മത്സരിക്കുകയും പിണറായി വിജയൻ നയിക്കുകയും പിന്നെ പിണറായി വിജയനെ മാറ്റി നിർത്തി മറ്റൊരു മുഖ്യമന്ത്രി വരുമെന്നൊക്കെ കേട്ടാൽ അത് പിണറായി വിജയൻ തന്നെ തീരുമാനിക്കണം, മറ്റൊരാളിനെ തീരുമാനിക്കാനില്ല. ഏകഛത്രാധിപതിയായി പിണറായി വിജയൻ എങ്ങനെയാണ് പാർട്ടിക്കകത്ത് മാറിയത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 10 വർഷക്കാലമായി ഒരു മാധ്യമങ്ങളുടെയും സഹായമില്ലാതെ എല്ലാ മാധ്യമങ്ങളോടും കണക്ക് പുറത്തെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ PR ഇല്ലാതെ, അല്ലാതെ കാശ് കൊടുത്ത് ഒരുപാട് PR വർക്കുണ്ട്, മാധ്യമങ്ങളുടെ PR വർക്കില്ലാതെ എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന ഒരു വ്യക്തി കേരളത്തിൻ്റെയും പാർട്ടിയുടെയും ക്യാപ്റ്റനായി മാറി എന്നുള്ളത് വളരെ രസകരമായി അറിയേണ്ടുന്നൊരു കാര്യമാണ്. കണ്ണൂരിലെ പിണറായി എന്ന പാറപ്പുറത്താണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആദ്യ യോഗം ചേരുന്നത്. ആ പിണറായി പഞ്ചായത്തിൽ മാറോളി കോരൻ്റെയും ആലക്കാട്ട് കല്യാണിയുടെയും മകനായി 1945 മെയ് 24-ന് വിജയൻ എന്ന പിണറായി വിജയൻ ജന്മമെടുത്തു. അദ്ദേഹം KSFിലൂടെയാണ്, കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തുന്നത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്നു. അദ്ദേഹം ഡിഗ്രിക്ക് സാമ്പത്തിക ശാസ്ത്രം ബിരുദം പഠിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പിന്നെ പറയുന്നത് ഊരിപ്പിടിച്ച വാളുകൾക്കിടെ അത് പറയുന്ന സമയത്ത് ഈ പറയുന്ന പോലെ RSSും BJP ഒന്നും അത്ര ശക്തമൊന്നും അല്ല. പക്ഷേ ആരാണ് ഊരിപ്പിടിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലും കത്തികൾക്കിടയിലൂടെയൊക്കെ നടന്നു നീങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള അദ്ദേഹം വൈകാതെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറി. KSF എന്ന് പറയുന്നത് കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ്, ഇന്നത്തെ SFIയുടെ പഴയ രൂപം. KSYF ഉണ്ട്, കേരള സ്റ്റുഡൻസ് യൂത്ത് ഫെഡറേഷൻ ഉണ്ട്, KSF ഉണ്ട്. KSF എന്ന് പറഞ്ഞാൽ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി, പിന്നെ സംസ്ഥാന സെക്രട്ടറിയുമായി. അതുപോലെ തന്നെ 1964-ൽ പാർട്ടിയുടെ അംഗത്വം എടുക്കുകയും ചെയ്തു. അതിനുശേഷം എന്നാൽ ആ കാലയളവിൽ പിണറായിയിലെ ഒരു പള്ളി പള്ളിയിൽ ബോംബിട്ടതുമായി ബന്ധപ്പെടുത്തി പിണറായിയുടെ ചേട്ടൻ്റെയൊക്കെ പേരിൽ വലിയ കേസ് വരികയും അതിൽ പിണറായി കക്ഷിയല്ല എന്നുള്ള രീതിയിലൊക്കെ വരികയും ഇന്നത്തെ ദേശീയ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ അന്ന് തലശ്ശേരി SP ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യം കൂടി ഉണ്ട് എന്നൊരു വാർത്തയുണ്ട്. കാരുണ്യമാണോ അതോ പിണറായി വിജയൻ ആ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നതാണോ? എന്തായാലും കേസിൽ അദ്ദേഹം ഇല്ലാതായി. തീർച്ചയായിട്ടും ഒരു പക്ഷേ അത് കേസിൽ കുടുങ്ങിയിരുന്നെങ്കിൽ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. പക്ഷേ അത് വന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവിടെ ആരംഭിച്ചു. 1970-ൽ കൂത്തുപറമ്പിൽ നിന്നാണ് ആദ്യമായി മത്സരിക്കുന്നത്. അന്ന് ജനസംഘത്തിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വാദമുണ്ട്. പക്ഷേ അത് പിണറായി വിജയൻ അസംബ്ലിയിൽ, കേരള നിയമസഭയിൽ നിഷേധിച്ചിട്ടുമുണ്ട്. 25-ാം വയസ്സിലാണ് അദ്ദേഹം ആദ്യം MLA ആകുന്നത്. അപ്പോൾ ആലോചിക്കുക, ഏറ്റവും പ്രായം കുറഞ്ഞ MLA-മാരിൽ ഒരാളായി 25-ാമത്തെ വയസ്സിൽ MLA ആകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആണ്. 77-ലും 91-ലും കൂത്തുപറമ്പിൽ നിന്ന് തന്നെ വിജയിച്ചു. കൂത്തുപറമ്പിലാണ് MV രാഘവൻ്റെ പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 6 രക്തസാക്ഷികളുണ്ടായത്. പുഷ്പൻ അറിയാമോ? പുഷ്പൻ അടക്കമുള്ള 6 രക്തസാക്ഷികളുണ്ടായ സ്ഥലമാണ് കൂത്തുപറമ്പ്. 1996-ൽ പയ്യന്നൂരിൽ നിന്ന് മത്സരിച്ചു. പയ്യന്നൂരിൽ ഇപ്പോൾ MV ഗോവിന്ദനാണ്, പിന്നെ TK മധുസൂദനാണ് പയ്യന്നൂരിലെ MLA. അത് വലിയ വിവാദമൊക്കെ ആയി കിടക്കുകയാണ്. പക്ഷെ അവിടെയാണ് 1996-ൽ പിണറായി വിജയൻ മത്സരിച്ചത്. 2016-ലും 2021-ലും തിരഞ്ഞെടുക്കപ്പെട്ടത് ധർമ്മടത്ത് നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തലശ്ശേരി, ധർമ്മടം, പയ്യന്നൂർ ഇതെല്ലാം CPMൻ്റെ കോട്ടയാണ്. മട്ടന്നൂർ ഇതെല്ലാം.
അപ്പോൾ അവിടെ നിന്നാണ് ജയിച്ചത്, ധർമ്മടത്ത് നിന്നാണ് ജയിച്ചത്. ഇനി 1998 മുതൽ 2015 വരെ 17 വർഷക്കാലം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് പിണറായി വിജയൻ. 2002 പോളിറ്റ് ബ്യൂറോ അംഗമായി ഇപ്പോൾ ധർമ്മടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇനി നല്ല രസകരമായ മറ്റു ചില കാര്യങ്ങൾ കൂടി പിണറായി വിജയൻ എന്ന അപ്പൻ തമ്പുരാനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കാർക്കശ്യക്കാരനാണ്, ധാർഷ്ട്യമുള്ള ആളാണ്. അപൂർവമായി മാത്രമേ ചിരിക്കാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വന്നപ്പോൾ എല്ലാ കാലത്തും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നയനാർ ഗ്രൂപ്പ്, പിന്നെ VS ഗ്രൂപ്പ്, പല ന്യായങ്ങൾ പറഞ്ഞ് പിണറായി വിജയനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോഴെല്ലാം പിണറായി വിജയന് താങ്ങും തണലുമായി നിന്നത് കണ്ണൂരിലെ ചില മുതലാളിമാർ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, പിന്നെ അത് കഴിഞ്ഞ് രവിപിള്ളയെ പോലുള്ള, യൂസഫ് അലിയെ പോലുള്ള ഒത്തിരി ആളുകൾ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ലാവ്ലിൻ കേസൊക്കെ, അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കറുത്ത അധ്യായമായി വന്നതാണ് ലാവ്ലിൻ കേസ്. ചെറിയ കാലത്ത് അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു. ആ സമയത്താണ് ലാവ്ലിൻ കേസ് വരുന്നത്. ലാവ്ലിൻ കേസിൽ നിന്ന് പൈസ, ലാവ്ലിൻ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം ഉപയോഗിച്ചാണ് ദേശാഭിമാനിയുടെയും ചിന്തയുടെയും ഒക്കെ AK സെൻറ്ററിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ പണം ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളൊരു വാദം വരികയും അത് വലിയ കേസായി സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. നാളിതുവരെ ആ കേസ് വിധിയായിട്ടില്ല. ഓരോ പ്രാവശ്യവും കോടതിയിൽ അത് ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ അത് മാറ്റിവെക്കും. എത്രയോ തവണ, ഒരുപക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇത് മാറ്റിവെച്ചത് പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസായിരിക്കും. അന്ന് മുതൽ പിണറായി വിജയൻ, അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ വ്യക്തിയാണെന്നുള്ള പേരൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒറ്റയാനായി ഏകഛത്രാധിപതിയായി വളരുകയായിരുന്നു. ഒരു വശത്ത്, ഇപ്പുറത്തെ വശത്ത് തോമസ് ഐസക്കും അതുപോലെ തന്നെ G. സുധാകരനും MA ബേബിയും അടക്കമുള്ള ചടയം ഗോവിന്ദനും അടക്കമുള്ള ഒരുപാട്, നയനാർ അടക്കമുള്ള വേറെ വലിയ സംഘം ഇപ്പുറത്ത് പലോളി മുഹമ്മദ് കുട്ടിയൊക്കെ ഉണ്ട്. ഒക്കെ വളർന്നു വരുമ്പോഴും ആരും അറിയാതെ, അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഒരു ഏകഛത്രാധിപതി വളർന്നു വരികയായിരുന്നു. അദ്ദേഹം വളർന്നു. അവസാനം അദ്ദേഹം പാർട്ടി ആദ്യം കൈക്കലാക്കി. VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന സകല പേരെയും വെട്ടി നിരത്തി. അത് പിന്നെ ഭീഷണിപ്പെടുത്തിയും പണം ഉപയോഗിച്ചും ജോലികൾ കൊടുത്തും പല രൂപത്തിലുള്ള വാഗ്ദാനം, പല തന്ത്രങ്ങൾ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രയോഗിച്ചുകൂടാത്ത ഒരുപാട് തന്ത്രങ്ങൾ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ എന്തായാലും ആ തന്ത്രങ്ങളെല്ലാം വിജയിച്ചു. അദ്ദേഹം വെട്ടി നിരത്തി സകല പേരെയും റെഡിയാക്കി പാർട്ടിയെ ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ പിരപ്പൻകൊടി മുരളി ഉൾപ്പെടെയുള്ള വലിയ ഒരു സംഘം ആളുകൾ പുറത്തുപോയി എന്നുള്ള ഒരു കാര്യവുമുണ്ട്. ഞാൻ സാന്ദർഭ്യമായി പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം ഭരണത്തിലേക്ക് വരുന്നത്. 10 വർഷവും കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് വന്നു. 11ാം വർഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോഴദ്ദേഹം നിരവധി പേരുകൾക്ക് അർഹനായിരിക്കുകയാണ്. ക്യാപ്റ്റൻ, ലെജൻഡ്, കപ്പിത്താൻ, കാരണഭൂതൻ, അങ്ങനെ എന്ത് വേണ്ട, കേരളത്തിൻ്റെ രക്ഷകനായി. ഇതിനിടയിൽ ശബരിമല വിഷയത്തിൽ, സ്ത്രീ വിഷയത്തിൽ നവോത്ഥാന നായകനാകാൻ ശ്രമിച്ചു. പല ശ്രമങ്ങൾ നടത്തി. 25ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വിവിധ രാജ്യങ്ങളുമായി കരാറുകളിൽ ഏർപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു രാജാധികാരത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഏകഛത്രാധിപതിയുടെയൊക്കെ രൂപത്തിലേക്കാണ് പിണറായി വിജയൻ വളർന്നതെങ്കിലും ഇന്ന് അദ്ദേഹം CPMനകത്ത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവാണ്. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ പറയും, CPM കേൾക്കും. പിണറായി വിജയൻ തീരുമാനിക്കും, LDF നടപ്പിലാക്കും. ഇതാണ് ഇന്നത്തെ ഒരവസ്ഥ. അത് PM ശ്രീ പോലുള്ള ചില പദ്ധതികളിൽ CPയുടെ നിലപാടൊക്കെ വന്നപ്പോൾ ചില വ്യത്യാസമൊക്കെ വന്നെങ്കിലും പിണറായി വിജയൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ തന്നെയാണ്. ശരിക്കും അദ്ദേഹം അപ്പൻ തമ്പുരാൻ തന്നെയാണ്.